തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വർഷത്തേക്കുള്ള ബഡ്ജറ്റുകൾ പ്രഖ്യാപിച്ചു. കാർഷിക മേഖലക്കും ഭവന നിർമ്മാണത്തിനും വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലക്കും പ്രാധാന്യം നൽകിയിട്ടുള്ളതാണ് ബജറ്റ്. 26,43,41,281 രൂപ ആകെ വരവും 26,37,48,803 രൂപ ചിലവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് വൈസ് പ്രസിഡന്റ് ശാരദ പുന്നക്കല്ലടി അവതരിപ്പിച്ചത്. കൂടാതെ ദേശീയപാതയിൽ തച്ചമ്പാറയുടെ ഒരതിർത്തി മുതൽ മറ്റേ അതിർത്തി വരെയുള്ള ഇലക്ട്രിക് പോസ്റ്റുകളിൽ മുഴുവൻ തെരുവ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും പ്രസിഡന്റ് ബാബു മാസ്റ്റർ പറഞ്ഞു. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് 2025-26 വാർഷിക പദ്ധതിയുടെ ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. ബജറ്റ് അവതരിപ്പിക്കുകയും എല്ലാവരും ഐക്യകണ്ഠേന ഈ ബജറ്റിനെ അംഗീകരിക്കുകയും ചെയ്തു. 1-2 ഭേദഗതികളാണ് സൂചിപ്പിക്കേണ്ടത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഈ ബജറ്റിൽ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ കൃഷിക്ക് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ 1,42,50,000 രൂപയുടെ പദ്ധതിയാണ് ഇപ്രാവശ്യം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വകയിരുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾ ഏറെ ആഗ്രഹിക്കുന്ന, കുറേ വർഷങ്ങളായി ആഗ്രഹിക്കുന്നതാണ് ഒരു വീട് എന്നുള്ള സ്വപ്നം. അതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിക്കും പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്ന പദ്ധതിക്കും വേണ്ടി 4,87,00,000 രൂപയാണ് ഇപ്രാവശ്യത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആരോഗ്യ മേഖലയ്ക്കും ശുചിത്വ മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ശുചിത്വ മേഖലയ്ക്ക് 1 കോടി രൂപയുടെ ബജറ്റും ആരോഗ്യ മേഖലയ്ക്ക് 52 ലക്ഷം രൂപയുടെ ബജറ്റുമാണ് ഇപ്രാവശ്യം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അതിലുപരി വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ബഡ്ജറ്റിന് നമ്മൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 35 ലക്ഷത്തോളം രൂപ വിദ്യാഭ്യാസത്തിനും യുവജനക്ഷേമത്തിനും വേണ്ടി നമ്മൾ ഇപ്രാവശ്യം ബജറ്റിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വിദ്യാലയങ്ങൾ ഇല്ലാത്തതുകൊണ്ട്, എയ്ഡഡ് മേഖല ഉള്ള വിദ്യാലയങ്ങളായതുകൊണ്ട് സർക്കാർ പറയുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ഈ LP തലത്തിലും UP തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഹയർ സെക്കൻഡറി തലത്തിലും പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കുള്ള പരിശീലന പരിപാടികളും കായിക ക്ഷേമം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന പരിപാടികളും അതിനോടൊപ്പം തന്നെ സ്കോളർഷിപ്പുകൾ, വിവിധ തരം സ്കോളർഷിപ്പുകളുണ്ട്. LSS, USS, അതുപോലെ തന്നെ സംസ്കൃത സ്കോളർഷിപ്പ്, ഭാഷാ വിഷയമായിട്ടുള്ള സ്കോളർഷിപ്പുകൾ. ഈ സ്കോളർഷിപ്പിനൊക്കെ വേണ്ടി അവർക്ക് പരിശീലനം നൽകുന്ന പരിപാടിയും ഇപ്രാവശ്യം നമ്മുടെ ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനവും നമുക്ക് അത്യാവശ്യമാണ്. ഒരുപാട് റോഡുകൾ നമ്മൾ ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്ന റോഡുകളാണ്. പ്രത്യേകിച്ച് പാലക്കയം മേഖലയൊക്കെ മലയോര മേഖലയാണ്. ഇപ്രാവശ്യം പുതിയൊരു പദ്ധതിക്ക് കൂടി വിഭാവനം ചെയ്യുന്നുണ്ട്. നമ്മുടെ അതിർത്തി തുടങ്ങുന്നത് മുതൽ, അതായത് ചൂരിയോട് മുതൽ അതിർത്തി അവസാനിക്കുന്ന ചെന്തണ്ട് വരെ എല്ലാ പോസ്റ്റുകളിലും ലൈറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ തച്ചമ്പാറ ടൗൺ മുതൽ ഏറ്റവും ജനവാസ കേന്ദ്രമായ മുതൂർശി അമ്പലപ്പടി, അതായത് തച്ചമ്പാറ ടൗൺ മുതൽ മുതൂർശി അമ്പലപ്പടി പാറ്റ വരെ എല്ലാ തെരുവുകൾക്കും, എല്ലാ പോസ്റ്റുകളും തെരുവുകൾക്ക് സ്ഥാപിക്കാൻ വേണ്ടി ഇപ്രാവശ്യത്തെ ഭരണസമിതി ഉദ്ദേശിക്കുന്നുണ്ട്.